അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ എൻഡിങ് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെയും സംവിധാനങ്ങളുടെ എല്ലാം ഫിറ്റ്മെൻറ്റിന് ശേഷവും നമ്മൾ താക്കോൽ ഓണാക്കുമ്പോൾ ലൈറ്റുകളെല്ലാം കെട്ടുപോകുന്നു, പക്ഷേ സർവീസ് ലാമ്പ് മാത്രം ബാക്കിയായിട്ട് നിൽക്കുന്നു. സ്റ്റാർട്ടിങ്ങിന് ശേഷവും സർവീസ് ലാമ്പ് പഴയതിലും പൂർവാധികം ശക്തിയായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഐഡൽ സ്പീഡിലും എന്തോ ഒരു അസ്വാഭാവികത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആക്സിലേറ്റർ പെഡലിനെ നമ്മൾ ഈ ഭാഗങ്ങൾ അഴിച്ച സമയത്ത് തന്നെ നമ്മൾ ഈ പെഡലിനെ ഒന്ന് ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി കണ്ടിരുന്നു. അപ്പം അത് എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്കും അതൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകുമെന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ടാണ് നമ്മളത് ബാക്കിയായിട്ട് മാറ്റി നിർത്തിയത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളത് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ പെഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പെഡൽ സെൻസറിനെ ഒന്ന് അഴിച്ചെടുക്കാം, എന്നിട്ട് അതിനെ ഒന്ന് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്താം. അപ്പോൾ നമ്മളൊരു 10-ൻ്റെ T വെച്ച് 3 10-ൻ്റെ ബോൾട്ടിലാണ് ഈ ഒരു ആക്സിലേറ്റർ പെഡൽ സെൻസർ നിൽക്കുന്നത്. ഒരു 10-ൻ്റെ Tക്ക് നമുക്ക് ഈസി ആയിട്ട് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പെഡല് സെൻസർ താഴെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ കപ്ലർ ഒന്ന് ഊരി കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെഡൽ സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പെഡൽ സെൻസറിനുള്ളിലെ ഈ കപ്ലർ വരുന്ന ആ പെഡൽ സെൻസറിൻ്റെ ഭാഗത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേട്ടോ, ആ പെഡൽ സെൻസറിൻ്റെ കോണ്ടാക്റ്റ് വരുന്ന ആ പിന്നിലെല്ലാം ക്ലാവ് കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഈ ഒരു ആക്സിലേറ്റർ പെഡൽ നമ്മൾ 2 പ്രാവശ്യം റീകണ്ടീഷൻ ചെയ്തതാണ്. 2 പ്രാവശ്യം ചവിട്ടി ഓടിച്ചതാണ് ഒരു പാർട്ടി. അതിനുശേഷം നമ്മൾ 2 പ്രാവശ്യവും അതിനെ റീകണ്ടീഷൻ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ പെഡലിലേക്ക് കണക്ട് ചെയ്യുന്ന വയർ കപ്ലറിൻ്റെ അവസ്ഥയും. ഇതിലും നല്ല രീതിക്ക് ക്ലാവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ യാതൊരു രീതിയിലും കൈയിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര സ്വാഭാവികമായൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. വർത്തിൻ്റെ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ക്ലീനർ ആണ് ഈ സാധനം. അപ്പോൾ ഇത് നമ്മുടെ WD-40 പോലെ തന്നെ അല്ലെങ്കിൽ റെസ്റ്റോഫ് പോലെ തന്നെയുള്ള ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യാനുള്ള ഒരുതരം സ്പ്രേ ആണ്. 600 രൂപ കൊടുത്ത് നമ്മളിത് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പെഡൽ സെൻസറിൻ്റെ കപ്ലർ പോർട്ടിനുള്ളിലേക്കും നമ്മുടെ വയർ കപ്ലറിലേക്ക് നമുക്കിത് അടിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ക്ലീനറൊക്കെ അടിച്ച് ഈ ആക്സിലേറ്റർ പെഡൽ വീണ്ടും റീഫിക്സ് ചെയ്തിട്ടും നമ്മുടെ ഡാഷ്ബോർഡിലെ സർവീസ് ലാമ്പിന് യാതൊരുവിധ വ്യത്യാസവും നമുക്ക് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വയറിങ് ചെക്ക് ചെയ്തു, അത് ചെക്ക് ചെയ്തു, ഇത് ചെക്ക് ചെയ്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തു. പക്ഷേ അവസാനം നമ്മൾ നമ്മുടെ ഈ ECUവിനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് മറ്റൊരു വണ്ടിയുടെ ഈ BS3 മോഡലിലുള്ള മറ്റൊരു വണ്ടിയുടെ ECU ഒന്ന് വെച്ച് നോക്കി. ആ സമയത്ത് നമ്മുടെ സർവീസ് ലാമ്പും കാര്യങ്ങളും എല്ലാം ഓഫായി, വണ്ടി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ECU ആയിരുന്നു അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമുക്കറിയാം ഒരു ECU മാറുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമല്ല. ഏതാണ്ട് 14,000 രൂപയോളം മുടക്ക് വരുന്ന ഒരു പരിപാടിയാണ് അത്. അപ്പോൾ ആ അവസരത്തിൽ ഈ ഒരു വിഷയത്തെപ്പറ്റി ഞാൻ എൻ്റെ സുഹൃത്ത് മെക്കാനിക്കുമായി ചർച്ച ചെയ്തപ്പോൾ അവൻ ഒരു ചെറിയൊരു പൊടിക്കൈ പറഞ്ഞു തന്നു. അപ്പം നമ്മൾ അതൊന്ന് ചെയ്ത് നോക്കൂ. അത് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇത് രക്ഷപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ECU റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യാം എന്നൊരു സജഷൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ ECU തന്നെ ഒന്ന് പൊടി തട്ടി വീണ്ടും നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും നമ്മുടെ സർവീസ് ലാമ്പ് കത്തുന്നുണ്ട്, യാതൊരു വ്യത്യാസങ്ങളും ഇല്ല.
അതിനുശേഷം നമ്മുടെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എന്നോണം ഒരു സ്ട്രെയിറ്റ് റോഡിലേക്ക് ഓടിക്കുന്നതിനായി പുറപ്പെട്ടു. നമ്മൾ ഈ ഒരു നമ്മുടെ ഓഡോമീറ്ററിൽ നമ്മുടെ സ്പീഡോമീറ്റർ 20 സ്പീഡിലേക്ക് എത്തിച്ചു. 20 സ്പീഡിൽ നിന്നും 40 സ്പീഡിലേക്ക് എത്തിക്കും. വീണ്ടും ആക്സിലേറ്റർ പെഡൽ കുറച്ച് വീണ്ടും 20 സ്പീഡിനെ താഴെ കൊണ്ടുവരും. വീണ്ടും 40 സ്പീഡിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഏതാണ്ട് ഒരു 20 തവണയോളം നമ്മൾ ഒരു ഓപ്പറേഷൻ നടത്തി. അങ്ങനെ ഒറ്റ റൈഡിങ്ങിൽ തന്നെ ആക്സിലേറ്റർ കൂട്ടിയും കുറച്ചും 20 താഴെ കൊണ്ടുവരികയും 20 നിന്നും ആക്സിലേറ്റർ കൂട്ടി 40 എത്തിക്കുകയും ഒറ്റ റൈഡിൽ തന്നെ ഒരു 10-20 തവണയോളം ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ടി അങ്ങ് നിർത്തിയിടുന്നു. അങ്ങനെ എൻജിൻ ഓഫായി കിടക്കുന്ന വണ്ടിയുടെ ബാറ്ററി ടെർമിനൽ രണ്ടും നമ്മൾ ഊരിവിടുക. ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഈ ബാറ്ററി ടെർമിനൽ രണ്ടും ഊരിവിടേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അരമണിക്കൂർ ഊരി വിട്ടിരിക്കുന്ന ബാറ്ററി ടെർമിനലുകൾ വീണ്ടും നമ്മൾ റീഫിക്സ് ചെയ്യുക. റീഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ താക്കോൽ ഓണാക്കുക. ഓണാക്കുന്ന അവസരത്തിൽ നമുക്ക് ഈ സർവീസ് ലാമ്പ് അപ്രത്യക്ഷമാകുന്നതായി കാണാം. അപ്പോൾ അങ്ങനെ നമ്മുടെ കംപ്ലൈൻറ്റ് റീസെറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എല്ലാ അവസരത്തിലും ഈ ഒരു പ്രൊസീജിയർ നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല. കാരണം ഇത് ചെറിയ ഒരു റീസെറ്റിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ മാത്രമേ ഇത് നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ വയറിംഗ് ഹാർനസിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സെൻസറുകൾക്കോ ഒന്നും പ്രശ്നം കാണിക്കാതെ ECU റീപ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ കംപ്ലൈൻറ്റ് മാറുന്നുണ്ട്, സർവീസ് ലാമ്പ് ഓഫാകുന്നുണ്ട്, വണ്ടിക്ക് വലി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലൊരു പരീക്ഷണം നമ്മുടെ വണ്ടിയിലെ ECU വെച്ച് തന്നെ നടത്താവുന്നതാണ്. ഇത് നമുക്ക് ഡ്രൈവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അധികം ടൂൾസുകളോ സംവിധാനങ്ങളോ വലിയ അറിവുകളോ ഒന്നും ആവശ്യമില്ല ഈ ഒരു പ്രൊസീജിയറിന്. അപ്പോൾ ഈ രീതിയിലൊരു പ്രൊസീജിയർ നടത്തി നിങ്ങൾക്ക് ഇതിൽ നിന്നും ക്യൂർ ആകാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പൈസയുടെ തന്നെ ലാഭം ഉണ്ടാകുന്നതായിരിക്കും. വണ്ടിയുടെ കംപ്ലൈൻറ്റും മാറുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും വണക്കം.